ഗൈസ്, ഇന്നത്തെ കിലുക്ക് വെച്ചുള്ള നൈറ്റ് ഫിഷിംഗിൽ നമ്മൾ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടുന്ന് കോരി പിടിച്ച ലൈവ് കൊഞ്ചുകളെയാണ്. ഈ കാണുന്ന സൈസിലുള്ള കാലൻ കൊഞ്ചുകളെയാണ് കൂടുതലായും നമുക്കിന്ന് കോരി കിട്ടിയിരിക്കുന്നത്. ലൈവ് കൊഞ്ചിടുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് കൂടുതലാണെന്ന് മാത്രമല്ല പല ടൈപ്പ് മീനുകളും ഇതിൽ അടിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചു നേരത്തെ വെയിറ്റിംഗിന് ശേഷം മൊത്തമായി 4 ചൂണ്ട കെട്ടിയിട്ടിരുന്നതിൽ രണ്ടാമത്തെ ചൂണ്ടയുടെ മണി കിലിക്കിലാന്ന് കിലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓടിച്ചെന്ന് വലിച്ചെടുത്ത് കരയിലിട്ടപ്പോഴോ ദാ കിടക്കുന്ന ഒരു ഹമൂർ കുട്ടൻ. ഹമൂറുകൾ ചൂണ്ടയെടുത്താൽ ചെമ്പല്ലിയെ പോലെ തന്നെ ഓടിച്ചെന്ന് ഏതെങ്കിലും കല്ലിന്റെ ഇടുക്കിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ചൂണ്ടയെടുത്ത് കഴിഞ്ഞാൽ കൂടുതലിട്ട് കളിപ്പിക്കാതെ എത്രയും വേഗം വലിച്ച് കരക്കിടേണ്ടതുണ്ട് കേട്ടോ. തൊണ്ടയിൽ കുടുങ്ങിയ ഇവന്റെ ഹുക്ക് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചൂണ്ടയിൽ കെട്ടിയിരിക്കുന്ന മണി അലസമായി ഇങ്ങനെ കിലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂണ്ടച്ചരട് ഇങ്ങനെ തട്ടുന്ന കാണുമ്പോൾ മനസ്സിലാവും നമ്മളിട്ട ഇരയെ ബ്ലാങ്ക് ആശാൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ അവനെ തൂക്കിയെടുത്ത് നമ്മൾ കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്നും ഏറ്റവും കൂടുതലായി കിട്ടുന്ന മീനുകൾ ബ്ലാങ്കുകൾ തന്നെയാണ്. ലൈവ് കൊഞ്ചിന് പകരം ചാളയോ മറ്റെന്തെങ്കിലുമോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിയ ഹമൂറിന് പകരം ഇവന്മാർ തന്നെ കയറി ബെയ്റ്റ് എടുത്തേനേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട ചൂണ്ടയുടെ കിലുക്കിൽ ഒരു കിലുക്കിലുക്കം വലിച്ചു കെട്ടിയപ്പോ ഈ പ്രാവശ്യവും നമുക്കൊരു ഹമൂറിനെ തന്നെയാണ് അടിച്ചു കിട്ടിയിരിക്കുന്നത്. ചൂണ്ടച്ചരട് വെള്ളത്തിലേക്ക് പറന്നു പോകുന്നത് കാണുമ്പോൾ അറിയാൻ കഴിയും അടിച്ചിരിക്കുന്നത് ചെമ്പല്ലിയോ ഹമൂറോ ആണ്. എന്തായാലും കിലുക്ക് വെച്ചിട്ടുള്ള നൈറ്റ് ഫിഷിംഗ് സംഭവം വേറെ വൈബ് തന്നെയാണ് കേട്ടോ.